അത് കഴിഞ്ഞ് ഇവിടെ കിടന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് ബ്രാഞ്ചി വേണമെന്ന് പറഞ്ഞു. മദ്യം കഴിക്കുന്നതാണ്. മദ്യം പൈസ പുള്ളിക്കാരി എനിക്ക് തന്നു. മദ്യം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യ പോയി പുള്ളിക്കാരി എനിക്ക് പൈസ തന്നു. ഭാര്യ പോയി മദ്യം മേടിച്ചുകൊണ്ടുവന്ന് പുള്ളിക്കാരി കഴിച്ചു. ഗുരുവായൂരിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ പറ്റിയിട്ട് 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിൽ ഞാൻ ഇപ്പോഴും ഖേദിക്കുകയാണ്. കാരണം വേറെയൊന്നുമല്ല, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസുകളുണ്ട്. ആ ന്യൂസുകൾ ഇങ്ങനെയായിരിക്കാം. അതായത് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, ആ സ്ത്രീ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക തൊഴിലാളിയാണ് അവർ എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല 65 വയസ്സായി അവർ മദ്യപിച്ചിട്ടുണ്ട്, മദ്യപാന മൂലമാണ് അവർക്കിത് സംഭവിച്ചത് എന്നുള്ള തരത്തിൽ ഒരുപാട് വാർത്തകൾ വന്നപ്പോൾ നമ്മളെല്ലാവരും ആ സ്ത്രീക്ക് ഏതിൻ്റെ കേടാണ്, ഈ 65 വയസ്സിൻ്റെ എന്തിൻ്റെ കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴേ ഒരു 2 ദിവസം മുമ്പ് ഒരു ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ അത് കഴിഞ്ഞതിന് ശേഷം പ്രതിയെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് പല സംശയങ്ങളും തോന്നിയത്. അതായത് മൃതദേഹം ഇനി തിരിച്ചു വന്നിട്ട് ഏതായാലും സത്യം പറയാൻ പോകുന്നില്ല. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതായത് ഈ പ്രതി പറയുന്ന സംഭവങ്ങൾ മാത്രമേ നമ്മൾക്കറിയുള്ളൂ. എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത്, 65 വയസ്സുള്ള അവരെങ്ങനെയാണ് ഗുരുവായൂരെത്തിയത്, അവർ മകൻ്റെ കൂടെയാണ് താമസം എന്ന് പറയുന്നു. അതിനുശേഷം ഭജന ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂർ വന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഭജന ഇരിക്കാൻ വന്ന ഒരു സ്ത്രീ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്തിയോട് കൂടിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് കുപ്പി വേണം, മദ്യം വേണം എന്ന് ഒരിക്കലും പറയത്തില്ല. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ ഈ പ്രതി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കള്ളങ്ങളായിരിക്കില്ലേ. അതായത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭജന കൂടാൻ വന്ന ആ സ്ത്രീക്ക് റൂമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഈ പ്രതിയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വിശ്രമിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് അന്വേഷിച്ചപ്പോഴായിരിക്കാം പ്രതി പറഞ്ഞത് ഇങ്ങോട്ട് വന്നോളൂ, എൻ്റെ റൂമുണ്ടെന്ന്. അങ്ങനെ അവിടെ എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം പ്രതി മദ്യപിക്കാൻ പോയിട്ടുണ്ടാകാം. അങ്ങനെ മദ്യപിച്ചു വന്ന പ്രതി ബലമായിട്ട് ഇവർക്ക് മദ്യം കൊടുത്തതാണെങ്കിലോ, അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നെന്താ പറയേണ്ടത്, ഇവരെ മാനഭംഗപ്പെടുത്തിയതാണെങ്കിലോ. അതുമാത്രവുമല്ല, ഇവൻ പറയുന്നത് ഞാൻ പിടിച്ച് തള്ളിയപ്പോൾ അവരുടെ തല പൊട്ടിയെന്നാണ്. എങ്ങനെയാണ് അങ്ങനെ തള്ളുക? ഈ 65 വയസ്സുള്ള ഈ സ്ത്രീ എന്താ ഇതിന് മുട്ടി നിൽക്കുന്നതാണെന്നാണോ എല്ലാവരും വിചാരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവനെ പോലെയുള്ളവനെ ഇനിയും ഇതുപോലെ പറയിക്കാതെ അങ്ങ് തീർത്തൂടെ നിങ്ങൾക്ക്? എന്തിനാണ് ഇവനിങ്ങനെ ഇതാക്കുന്നത്? ഇവൻ്റെ കരച്ചിലും പിഴിച്ചിലൊക്കെ കണ്ടപ്പോഴില്ല ശരിക്കും പറഞ്ഞാൽ മൊബൈൽ എൻ്റെത് മാത്രമായതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാന്. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 12 കഴിഞ്ഞ് വരായിരുന്നു. ഒരു പെണ്ണ് അവിടെ നിന്ന് ഗേറ്റ് കഴിഞ്ഞ് ഓടി വരായിരുന്നു. അവിടെ നടന്നത്. അപ്പൊ ഞാൻ എനിക്ക് പിടിച്ചായിരുന്നു. പിടിച്ചു. അപ്പൊ ഇവന് ഇവിടെ സമ്മതിച്ചു. ഇവിടെ എവിടെ എനിക്ക് വീട് അറിയില്ല, എവിടെയൊന്നും അറിയില്ല. അങ്ങനെ ഇവിടെ നിന്ന് പുള്ളിക്കാരത്തിനെ ഞാനൊന്ന് പുള്ളിയെ സമ്മതിച്ച് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് നമ്മള് റേപ്പല്ല, പുള്ളിക്കാരെ സമ്മതിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഇവിടെ കിടന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് ബ്രാഞ്ചി വേണമെന്ന് പറഞ്ഞു. മദ്യം കഴിക്കുന്നതാണ്. മദ്യം പൈസ പുള്ളിക്കാരി എനിക്ക് തന്നു. മദ്യം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യ പോയി പുള്ളിക്കാരി എനിക്ക് പൈസ തന്നു. ഭാര്യ പോയി മദ്യം മേടിച്ചുകൊണ്ടുവന്ന് പുള്ളിക്കാരി കഴിച്ച് ഞാൻ കിടന്ന് അച്ഛനെ മക്കളുടെ കയറി കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരി എന്റെ മുകളിൽ കയറി. ഇപ്പൊ അതിന്റെ ഇതില് ഈ പെട്ടെന്ന് ഇതില് ഈ പുള്ളിക്കാരി ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇത് വേദന എടുത്തപ്പോ ഇങ്ങനെ തള്ളി. പുള്ളിക്കാരത്തി എന്റെ മുകളിൽ കയറി. കൈ കഴിഞ്ഞപ്പോ ഇങ്ങനെ തള്ളി തള്ളി തല മുകളിൽ തട്ടി. എവിടെ അടിച്ചേ? ഈ സൈഡിൽ അടിച്ചു. അതൊക്കെ പറ്റിയ സാറേ. അതിലും പിന്നെ പേടിച്ചു. എന്നിട്ട് ബോധം പോയി. എന്നിട്ട് നീ എന്ത് ചെയ്ത്? അപ്പൊ ഞാൻ പേടിച്ച് അതെടുത്തിട്ട് എനിക്ക് ഒന്ന് ഞാൻ വലിയ എടുത്ത് കണ്ടിക്കുള്ളൂ. സത്യമായിട്ട് എടുത്ത് കിണറ്റി ഇട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. സത്യം ഞാൻ എനിക്ക് അറിയില്ല. പേടിച്ചു. എന്ത് പ്രായം പെണ്ണാ? ഒരു വല്യമ്മ ഒരു കൂടെ 10-60 വയസ്സുണ്ടാവും. അതായത് ഈ മോൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെൻ്റെ മുകളിൽ കയറി കിടന്നപ്പോഴും ഞാൻ തള്ളിയപ്പോഴും അവർക്ക് ബോധം പോയി. ആ ബോധം പോയതൊക്കെ ഇവന് കൃത്യമായിട്ട് അറിവുണ്ട്. ആ ബോധം പോയ സ്ത്രീയെ ഇവനെടുത്തിട്ട് കിണറ്റിലിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ സ്ത്രീയെ ബലമായിട്ട് എന്തോ ചെയ്തതാണ്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവൻ പറയുന്നത് ഇതാണ്. ഇവൻ പറയുന്നത് പച്ച നുണയാണെന്ന് എല്ലാവർക്കും കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ പച്ച നുണയാ പറയുന്നത്.
അതായത് ഇവൻ പിന്നെ അവിടുന്ന് പന്ത് കളി കഴിഞ്ഞ് വരുന്നു, അവർക്ക് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞു. ഇവൻ അവരെ ചതിച്ചിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയതായിരിക്കാം. ഒരു പക്ഷേ അവർ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇത്രയും പ്രായമായില്ലേ എനിക്ക്, അതുകൊണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാർ ഒന്നും ചെയ്യില്ല എന്നായിരിക്കും അവർ ധരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കാം അവൻ്റെ വീട്ടിലേക്ക് ഈ സ്ത്രീ പോയിട്ടുണ്ടാവുക. അങ്ങനെ ഇവൻ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കയറി പിടിച്ചാൽ മതിയല്ലോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്. എന്നിട്ട് ഇവൻ പറയുകയാണ് ബോധം പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആശുപത്രിയിലേ കൊണ്ടുപോവുക. എന്നാൽ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി വല്ലതും പുറത്തു വന്നാലോ എന്ന് ഭയന്നിട്ട് ഇവൻ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യാതൊരു കൂസലും ഇല്ലാതെ പറയുകയാണ് എടുത്ത് കിണറ്റിലിട്ടതാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കറ, എന്തൊരു ക്രൂരനായ മനസ്സാണ്. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഇവനൊരു സീരിയൽ കില്ലറാണെന്ന് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങളും ഇവൻ്റെ വായിൽ നിന്നും ഇനിയും വരാനുണ്ട്. ഇവൻ ഇങ്ങനെയൊന്നും അല്ല ചോദ്യം ചെയ്യേണ്ടത്. ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് തീർത്തിട്ട് ചോദ്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയൊന്നും ഇവനെ ചോദ്യം ചെയ്യരുത്. അതായത് ആ ഒരു സ്ത്രീ അവരെ മകൻ്റെ വീട്ടിലെ എവിടെയാന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. ഇനി എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും അവർ പിന്നെ ഇവൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ പോലെയുള്ള ആൾക്കാരെ വിശ്വസിച്ച് പോയത് അവരുടെ ഒരു തെറ്റാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഒരു എന്നുകളെയും നിങ്ങൾ വിശ്വസിക്കരുത്. അതായത് യുവമാരൊക്കെ എപ്പോഴാണ് തനി നിറം പുറത്ത് കാണിക്കുക എന്ന് പറയാൻ പറ്റൂല. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായ വിശ്വാസമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ സ്ത്രീയെ കണ്ടു, ഇവർ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇവരെ തന്ത്രപരമായിട്ട് ഇവൻ്റെ വാടക വീട്ടിലെത്തിക്കുന്നു. അതിനുശേഷം ഇവൻ മദ്യപിക്കാൻ പോകുന്നു. ഇവൻ തിരിച്ചു വന്നപ്പോഴും കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവരുടെ വായിലേക്ക് കമത്തുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബോധക്കെട്ടപ്പോഴേ ഇവരെന്തോ ചെയ്തു. ആ ചെയ്തതിന് ശേഷം ചിലപ്പോഴേ ആ തലയങ്ങ് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ബോധം പോയി ഭയന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു വെച്ച് എടുത്തെങ്കിൽ കണ്ടിട്ടു. അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇനി തെളിവുകൾ തനിക്കെതിരെ വന്നാലോ, തന്നെ നാട്ടുകാർ കല്ലെറിയില്ലേ, അതുപോലെ തന്നെ താൻ ജയിലിൽ പോകേണ്ടി വരില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവൻ തന്നെ അവരെ തീർത്തതാണെന്നാണ് ഈ ചോദ്യം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്. അതായത് ഇവൻ പറയുന്നത് പച്ച കള്ളാണെന്ന്. ഇവൻ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഭവം തന്നെയാണ്. ഒരിക്കലും ഇവൻ അബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ എന്താ പറയണ്ടത് അബദ്ധം പറ്റിയതെന്ന് എനിക്കറിയില്ലായിരുന്നു സാറേ, അബദ്ധം പറ്റിയതെന്ന്. എന്തൊരു മനുഷ്യന്മാരുടെ ഇവനൊക്കെ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇവനെ പോലെയുള്ള ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക വിശ്വസിച്ചിട്ട്, അല്ല ഇവനെയൊന്നും ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അതുമാത്രമല്ല ഇവനെയൊന്നും ഇങ്ങനെയല്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴഞ്ഞ് നടക്കണം. ഇനി അതാ വേണ്ടത്, ആ ഒരു പരുവത്തിലാക്കണം. എന്തെങ്കിലും ഈ എല്ലോ എന്തെങ്കിലും ഉണ്ടാവൂലേ ഓന്, അതെല്ലാം ബർഗ് ചുള്ളി ഒടിക്കുന്ന പോലെ നമുക്ക് അങ്ങ് ഇതാക്കൂടെ എന്തെന്നായിക്കഴിഞ്ഞാലും. ഇവനൊക്കെ ഇങ്ങനെ ഇനി തീറ്റി പോറ്റണ. ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ അനുഭവിക്കണം കുറേയെല്ലാം. ഇവനും ആ വേദന കൃത്യമായിട്ട് അനുഭവിച്ചിട്ട് ഇനി ജീവിതത്തിൽ ഇവൻ ഒരാളെ മോത്ത് പോലും നോക്കരുത്. അമ്മാതിരി ഇത് ചെയ്യണം, അതാ വേണ്ടത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവൻ പുതിയ കഥകളുമായിട്ട് വന്നിരിക്കുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂരനായ ക്രിമിനലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സീരിയൽ കില്ലറായിരിക്കും. ചിലപ്പോൾ പല തെളിവുകളും പല കൊലപാതകങ്ങളും ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും. ഇവനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ പല കൊലപാതകത്തിൻ്റെയും ഇത് ചിലപ്പോൾ വെളിയിൽ വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രത്തോളം ക്രൂരനായ ഒരു വ്യക്തിയാണ് ഈ ഒരു എന്താ പറയേണ്ടത്, ഇവൻ്റെ പേര് സുരേഷ് എന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഗുരുവായൂരിലൊക്കെ ഒരുപാട് അമ്മമാർ ഇതുപോലെ കിടക്കുന്നുണ്ട്. പലരും എന്ന് പറഞ്ഞാൽ നടതള്ളാനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ തന്നെയാണ്. പിന്നെ മകൻ്റെ വീട്ടിൽ എന്തെങ്കിലും അത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. ആ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഏതായാലും സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ദാരുണമായ സംഭവമാണ്. ഇവനെ പോലെയുള്ള ഒരാളുടെ വർത്തമാനം കേട്ടിട്ട് നമ്മളൊക്കെ ഒരു നിമിഷമെങ്കിലും ആ സ്ത്രീയെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു നിമിഷമെങ്കിലും ആ സ്ത്രീയെ നമ്മൾ മോശക്കാരെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മാപ്പ് പോലും കിട്ടാത്തൊരു കേസാണ് നടന്നത്. അതിന് ഈ മാധ്യമങ്ങൾക്കോ അതിൽ ഒരുപാട് പങ്കുകളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരും ആദ്യം തന്നെയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ അതെല്ലാവരും മത്സരത്തിൻ്റെ ഇതിൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ഏതായാലും ഇവനെ പോലെയുള്ള ആൾക്കാരെ വളരെയധികം സൂക്ഷിച്ചോ. വളരെ മോശമായൊരു കാര്യമാണിത്.